ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ പഠിച്ചത് ടാക്സ് പ്ലാനിംഗ് അണ്ടർ വേരിയസ് സർക്കംസ്റ്റാൻസസ് ആണ്. ദാറ്റ് ഈസ് ഓരോ ബിസിനസ്സിലും എങ്ങനെയാണ് ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത്. എൻ്റെ ടോപ്പിക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ ദ കേസ് ഓഫ് ഷിപ്പിംഗ് ബിസിനസ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻസ്. ഇതിൽ നോൺ റെസിഡൻസിൻ്റെ കേസാണ് പറയുന്നത്. ഷിപ്പിംഗ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ളതും അതുപോലെ സെക്ഷൻ 44B ഓഫ് ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു നോൺ റെസിഡൻറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുന്നത് അവരുടെ സ്പെസിഫൈഡ് റെസിപ്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 7.5% ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നോൺ റെസിഡൻറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുന്നത് അവരുടെ സ്പെസിഫൈഡ് റെസിപ്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 7.5% ആണ് എടുക്കുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർക്രാഫ്റ്റ്. ഈ ഒരു സെക്ഷനിൽ ഏതൊക്കെയാണ് സ്പെസിഫൈഡ് എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പാസഞ്ചേഴ്സ്, ലിവ് സ്റ്റോക്ക്, മെയിൽ ഓർ ഗുഡ്സ് ഇതെല്ലാം ക്യാരി ചെയ്യുന്നതുകൊണ്ട് അസസിക്ക് അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് അസസിക്ക് വേണ്ടി പേ ചെയ്യുന്ന എമൗണ്ട്. സെക്കൻഡ് വൺ, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പാസഞ്ചേഴ്സ്, ലിവ് സ്റ്റോക്ക്, മെയിൽ ഓർ ഗുഡ്സ് ഇതെല്ലാം ക്യാരി ചെയ്യുന്നതുകൊണ്ട് അസസിക്ക് അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് അസസിക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ റിസീവ് ചെയ്യുന്ന എമൗണ്ട്. ഈ രണ്ട് എമൗണ്ടിനെയാണ് ഈ സെക്ഷൻ പ്രകാരം സ്പെസിഫൈഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഈ സെക്ഷൻ പ്രകാരം ഒരു നോൺ റെസിഡൻറ്റ് ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർക്രാഫ്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ സ്പെസിഫൈഡ് എമൗണ്ടിൻ്റെ ടോട്ടലിൻ്റെ 5%-ന് ഈക്വലായ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം സ്പെസിഫൈഡ് എമൗണ്ട് എന്താണെന്ന് പറഞ്ഞു. ആ സ്പെസിഫൈഡ് എമൗണ്ടിൻ്റെ ആ ടോട്ടലിൻ്റെ 5%-ന് ഈക്വലായ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ ദ കേസ് ഓഫ് സർട്ടൺ ടേൺ കീ പവർ പ്രൊജക്ട്സ്. ഇതിൽ ഫോറിൻ കമ്പനിയുടെ കേസാണ് പറയുന്നത്. ഒരു ഫോറിൻ കമ്പനി സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ടേൺ കീ പവർ പ്രൊജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻ ദ ബിസിനസ് ഓഫ് സിവിൽ കൺസ്ട്രക്ഷൻ ഓർ ദ ബിസിനസ് ഓഫ് ഇറക്ഷൻ ഓഫ് പ്ലാന്റ് ഓർ മെഷീനറി ഓർ ടെസ്റ്റിംഗ് ഓർ കമ്മീഷനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ടേൺ കീ പവർ പ്രൊജക്ട്സിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ അസസിക്ക് അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് അസസിക്ക് വേണ്ടി പേ ചെയ്ത എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ 10%-ന് ഈക്വലായ എമൗണ്ടിനെയാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് അസസിക്ക് അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് അസസിക്ക് വേണ്ടി പേ ചെയ്ത എമൗണ്ടിൻ്റെ 10%-ന് ഈക്വലായ എമൗണ്ടിനെയാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ കേസ് ഓഫ് റോയൽറ്റി ഇൻകം ഓഫ് നോൺ റെസിഡൻസ്. ഈ ഒരു സെക്ഷൻ പ്രകാരം നോൺ റെസിഡൻസ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേണുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് കൊണ്ടുവന്നു ആഫ്റ്റർ 31st March 2003. ഇത്തരം നോൺ റെസിഡൻസ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വഴിയാണ്, അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് പ്രൊഫഷൻ, അതിലൂടെയാണ് അവർ പ്രൊഫഷണൽ സർവീസസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഇതുകൂടാതെ റോയൽറ്റീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസസിനുള്ള ഫീസ് ഇതെല്ലാം പേ ചെയ്യുന്നതും ത്രൂ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ത്രൂ ഫിക്സഡ് പ്ലേസ് ഓഫ് പ്രൊഫഷൻ, അപ്പോൾ ഇതിലൂടെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സർട്ടൺ ഇൻകം ഓഫ് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ. ഈ ഒരു ബിസിനസ്സിൻ്റെ തുടർച്ചയായി 5 വർഷങ്ങളിൽ നിന്നുള്ള ഇൻകത്തിൻ്റെ 100% ടാക്സ് ഡിഡക്ഷന് എലിജിബിൾ ആണ്. 5 വർഷത്തെ ഈ പീരീഡിന് ശേഷം ഇനി പറയുന്ന 5 വർഷത്തേക്ക് 50% ആണ് ടാക്സ് ഡിഡക്ഷനായിട്ട് അവൈലബിൾ ആവുന്നത്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് ഓർ എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇത് എൻ്റർപ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. എൻ്റർപ്രൈസിന് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി ആവാം, അല്ലെങ്കിൽ ഓർ കൺസോർഷ്യം ഓഫ് കമ്പനീസ് ഓർ ബൈ ആൻ അതോറിറ്റി ഓർ എ ബോർഡ് ഓർ എ കോർപ്പറേഷൻ ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതിൽ ഡിഡക്ഷൻ അലൗ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷൻ അലൗ ചെയ്യുന്നുണ്ട് ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ്. തുടർച്ചയായ 10 അസസ്മെൻറ്റ് ഇയേഴ്സിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, an undertaking owned by an Indian undertaking
set up for reconstruction or revival of power generating plants which begins to transmit or distribute power before 31/3/2011. ഈ ഒരു ബിസിനസ്സിലും ഡിഡക്ഷൻ അലൗ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യുന്നുണ്ട് ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിന്. Next, profit and gains of an undertaking or an enterprise engaged in development of cess notified on or after 1/4/2005 under the Special Economic Zones Act 2005. ഈ സെക്ഷൻ പ്രകാരം സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റ് അത് ബിഗിൻ ചെയ്യുന്നത് ബിഫോർ 1/4/2017 ആണെങ്കിൽ മാത്രമേ അസസിക്ക് ഡിഡക്ഷൻ അലോ ചെയ്യുള്ളൂ. ഇതിന് ഡിഡക്ഷൻ അലോ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷൻസ് അലോ ചെയ്യുന്നുണ്ട് ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ന്യൂ എലിജിബിൾ സ്റ്റാർട്ടപ്പ് 1/4/2016 മുതൽ 31/3/2019 വരെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഇനി പ്രീവിയസ് ഇയറിൽ 25 crore വരെ ടേൺ ഓവർ ഉള്ളതുമായ കമ്പനി ഓർ LLP അതിനെ ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഒരു കമ്പനി എലിജിബിൾ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡിഡക്ഷൻ അങ്ങനെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഡിഡക്ഷൻസ് റിസീവ് ചെയ്യാൻ പറ്റൂ. ദെൻ ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷൻ അലോ ചെയ്യുന്നുണ്ട് ഫോർ 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഔട്ട് ഓഫ് 7 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോപ്പറേഷൻ. ഡേറ്റ് ഓഫ് ഇൻകോപ്പറേഷൻ മുതൽ 7 സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ 3 വർഷങ്ങളിൽ പ്രോഫിറ്റിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം സർട്ടൺ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെയാണ് സർട്ടൺ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എനി അണ്ടർടേക്കിംഗ് വിച്ച് ബിഗിൻസ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് മിനറൽ ഓയിൽ. നെക്സ്റ്റ്, അണ്ടർടേക്കിംഗ് ബിഗിൻസ് റിഫൈനിങ് മിനറൽ ഓയിൽ. ദെൻ അണ്ടർടേക്കിംഗ് ബിഗിൻസ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 7 അസസ്മെൻറ്റ് ഇയേഴ്സിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് 100% ഡിഡക്ഷൻസ് ആയിട്ട് അലോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് അഫോർഡബിൾ ഹൗസിംഗ് പ്രൊജക്ട്സ്. ഇതിലൊരു അസസി ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് അഫോർഡബിൾ ഹൗസിംഗ് പ്രൊജക്ട്സിൽ എൻഗേജ് ചെയ്താലാണ് അവർക്ക് ഡിഡക്ഷൻസ് അലോ ചെയ്യുള്ളൂ. അതുപോലെ അസസി സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുള്ളൂ. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ അണ്ടർടേക്കിങ്സ് ഓർ എൻ്റർപ്രൈസസ് ഇൻ സർട്ടൻ കാറ്റഗറി സ്റ്റേറ്റ്സ്. ഇതിൽ പറയുന്നത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ എന്നീ സംസ്ഥാനങ്ങളിൽ 7/1/2003 മുതൽ 31/3/2012 വരെ 14th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾ അത് കമൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും അതിൽ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ്, അതിനാണ് ഇതിൽ സർട്ടൻ അണ്ടർടേക്കിംഗ് ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ ഇനീഷ്യൽ 5 ഇയേഴ്സിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷൻ അലോ ചെയ്യുന്നുണ്ട്. ദെൻ തുടർന്നുള്ള 5 അസസ്മെൻറ്റ് ഇയേഴ്സിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് 25% ആണ് ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ ഇൻ സ്പെസിഫൈഡ് ഏരിയ ഓർ എ ഹോട്ടൽ അറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇതിലും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് 100% ആണ് ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നത് ഫോർ 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയർ. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ അണ്ടർടേക്കിങ്സ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഈ ഒരു കേസിൽ ഇനീഷ്യൽ ഇയർ മുതൽ തുടർച്ചയായിട്ട് 10 വർഷത്തേക്ക് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ ഇയർ മുതൽ തുടർച്ചയായിട്ട് 10 വർഷത്തേക്ക് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ദ ബിസിനസ് ഓഫ് കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്.
ഈ ഒരു കേസിലും 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിൽ ഇത്തരം ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 5 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സിൽ ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ 100% ഡിഡക്ഷനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ വർക്ക്മെൻ. ഇതിൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു കമ്പനിയിൽ പുതിയ ഒരു എംപ്ലോയി വന്ന് അവർക്ക് കൊടുക്കുന്ന ആ സാലറി, അതിനെയാണ് ഇതിൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ വർക്ക്മെൻ എന്ന് പറയുന്നത്. ഇതിൽ ഇവർ അസസ് സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം, എന്നാലേ അവർക്ക് ഡിഡക്ഷൻസ് അലോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൽ ഡിഡക്ഷൻസ് കൊടുക്കുന്നത് ഫോർ 3 അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവർ എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത് അവർക്ക് ഡിഡക്ഷൻ അലോബിൾ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇയറിലെല്ലാം അവർക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കിട്ടും. പക്ഷേ ഇത് കിട്ടുന്നത് ഫോർ 3 അസസ്മെൻറ്റ് ഇയേഴ്സിലാണ് ഈ ഒരു ഡിഡക്ഷൻ എംപ്ലോയിക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30%, ദാറ്റ് ഈസ് 30% ഓഫ് അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇൻ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകർ ചെയ്ത അഡീഷണൽ എംപ്ലോയി കോസ്റ്റ്, ആ അഡീഷണൽ എംപ്ലോയി കോസ്റ്റിൻ്റെ 30%, അതാണ് ഇതിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ ടാക്സ് റേറ്റ്സ് അണ്ടർ സെക്ഷൻ 115A, 115AB, 115AC, 115AD, 115B, 115BB, 115BBD, 115BA ആൻഡ് 115D. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയത്. ടാക്സ് പ്ലാനിങ് അണ്ടർ വേരിയസ് സർക്കംസ്റ്റൻസസ് ആണ് നോക്കിയത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇപ്പോൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.